നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജനുവരി 3 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സംസാരത്തിന് പ്രാധാന്യമുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഷെയർ മാർക്കറ്റിംഗ്, ഭാഗ്യക്കുറി എന്നിവ വഴി അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാകാൻ യോഗമുണ്ട്. സെയിൽസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭവും എല്ലായിടത്തും പദവിയും ആദരവും ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സ്വന്തം അഭിപ്രായങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റം വരുത്തുന്നത് പലവിധ ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം. കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് നിയമപരമായ വ്യവഹാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞു നിൽക്കും. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകും. പ്രണയകാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും ഇന്ന് യോഗമുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വിദേശവാസത്തിനും വിദേശത്ത് തൊഴിലിനുമുള്ള അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും അതെല്ലാവർക്കും ഒരുപോലെ ഗുണകരമാകണമെന്നില്ല. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം. ഹൃദ്രോഗം, ഉഷ്ണരോഗങ്ങൾ, ശരീര തളർച്ച എന്നിവ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ വിശ്രമം ആവശ്യമാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സന്താന ഭാഗ്യത്തിനും ധനധാന്യ വർധനവിനും ഇന്ന് അവസരമുണ്ടാകും. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വലിയ തോതിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കും. മികച്ച ഭക്ഷണസുഖം, ഉല്ലാസയാത്രകൾ എന്നിവയാൽ മനസ്സ് സന്തോഷിക്കുന്ന ഒരു ദിനമായിരിക്കും ഇന്ന് കടന്നു പോവുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സമാധാനം കൈവരും. മനസ്സിൽ ദീർഘകാലമായി വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകും. പുതിയ വീട് നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ താമസിക്കുന്ന വീട് പുതുക്കി പണിയുന്നതിനോ അനുകൂലമായ അവസരങ്ങൾ വന്നുചേരും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കലാകാരന്മാർക്ക് വലിയ പ്രശസ്തി ലഭിക്കുമെങ്കിലും കൂടെ ചില അപവാദങ്ങളും കേൾക്കാൻ ഇടയുണ്ട്. ചിരകാല അഭിലാഷമായ വിദേശ തൊഴിൽ ലഭിക്കുവാൻ യോഗമുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കാനും വരവിൽ കവിഞ്ഞ ചെലവുകൾ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബം വിട്ട് ദൂരദേശത്തേക്കോ വിദേശത്തോ താമസിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അടുത്ത ബന്ധുക്കളുടെ വേർപാട് മനസ്സിനെ വേദനിപ്പിച്ചേക്കാം. തൊഴിലിടങ്ങളിൽ സ്ഥാനഭ്രംശം സംഭവിക്കാനോ വരവിനേക്കാൾ വലിയ ചെലവുകൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വളരെ കാലമായി തിരികെ ലഭിക്കാതിരുന്ന കടങ്ങൾ ഇന്ന് കൈവശം വന്നു ചേരും. പുണ്യ തീർത്ഥാടനങ്ങൾക്കോ ഉല്ലാസയാത്രകൾക്കോ യോഗമുണ്ട്. വിദേശവാസം, വിദേശ തൊഴിൽ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയുന്ന അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. കൃഷിയിൽ നിന്നും മികച്ച ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനും പേരും പ്രശസ്തിയും ആർജിക്കാനും സാധിക്കുന്ന ഭാഗ്യകരമായ ദിവസമായിരിക്കും ഇന്ന്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കിയേക്കാം. വഞ്ചനകളിൽ അകപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇടപാടുകളിൽ അതീവ ശ്രദ്ധ വേണം. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മാനസിക പ്രയാസമുണ്ടാകുന്ന സംഭവങ്ങൾ ഇന്നുണ്ടായേക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ശാരീരികമായ അസ്വസ്ഥതകളും ദേഹാസ്വസ്ഥ്യവും അലട്ടിയേക്കാം. മാനഹാനിക്കോ ധനനഷ്ടത്തിനോ സാധ്യതയുണ്ട്. അനാവശ്യമായ കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ ദുരിതങ്ങൾക്ക് കാരണമാകും. ത്വക്ക്, ഹൃദയം, നേത്രം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.